ഹായ് എവറി വൺ, വെൽക്കം ടു ജൂലീസ് കുക്ക് ബുക്ക്. ഇന്ന് നമ്മൾ ഒരു കേരള സ്റ്റൈൽ ടൊമാറ്റോ മാക്രോണി പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചീസൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഇത്രയും ടേസ്റ്റി ആയിട്ട് ഡെലീഷ്യസ് ആയിട്ട് സ്പൈസി ആയിട്ട് ഉള്ള പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് മാക്രോണി ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ഒരു സ്പൂൺ ഓയിലും ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാക്രോണി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ട് മാക്രോണി വരുന്നോടം വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുക. ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചാൽ മതി. അതിനുശേഷം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് റിൻസ് ചെയ്തെടുക്കുക. ഈ തണുത്ത വെള്ളം ഒഴിച്ച് റിൻസ് ചെയ്യുന്നത് അത് വീണ്ടും ആ ചൂടത്തിരുന്നിട്ട് കൂടുതലായിട്ട് വെന്ത് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ടൊമാറ്റോ പാസ്ത സോസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒനിയനും ഗാർലിക്കും ഒക്കെ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ടൊമാറ്റോ പ്യൂരി ആക്കി എടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടറും കുറച്ച് ഓയിലും, എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഗാർലിക് ആഡ് ചെയ്യുക. നന്നായിട്ട് സോട്ട് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ എടുക്കുക. അതിനുശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ഒനിയനും കൂടെ ചേർത്ത് അത് നന്നായിട്ട് സോട്ട് ചെയ്ത് ഗോൾഡൻ കളറാക്കി എടുക്കണം. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സ്പൈസസും ഫ്ലേവേഴ്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ അതിനൊരു നല്ലൊരു റെഡ് കളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ബ്ലാക്ക് പെപ്പർ പൗഡർ, പിന്നെ ഒറിഗാനോ, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഒരു ഇത്തിരി ഷുഗർ ആഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു സോർനെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ഒരു 2-3 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം ഒരു 3 to 4 ടേബിൾ സ്പൂൺ പാല് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നല്ല സ്മൂത്ത് ആൻഡ് ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചർ നമുക്ക് നമ്മുടെ സോസിന് കിട്ടും. നമ്മുടെ ടൊമാറ്റോ പാസ്ത സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മാക്രോണി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ജെൻറ്റിലായിട്ട്
ഓരോ പീസിലും ടൊമാറ്റോ സോസ് കോട്ട് ചെയ്യത്തക്ക രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇനിയും ചേർക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കുറച്ച് ഗരം മസാലയും കൂടി മുകളിൽ വിതറി കൊടുക്കുക. അങ്ങനെ നമ്മുടെ നോ ചീസ് സ്പൈസി കേരള സ്റ്റൈൽ ടൊമാറ്റോ മാക്രോണി പാസ്ത റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.